സമത്വത്തോടെയും ജീവിച്ചിരുന്നു. എന്നാൽ മഹാബലിയുടെ പ്രശസ്തിയും ജനപ്രീതിയും വളർന്നപ്പോൾ അദ്ദേഹത്തെ പരീക്ഷിക്കാനായി മഹാവിഷ്ണു വാമനാവതാരം സ്വീകരിച്ചു എന്നാണ് ഐതിഹ്യം. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. പ്രജകളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ച മഹാബലി അദ്ദേഹത്തെ പരീക്ഷിക്കാനായി മഹാവിഷ്ണു വാമന രൂപത്തിലെത്തി. തന്റെ കാൽവെപ്പിന് 3 അടി മണ്ണ് മാത്രം ചോദിച്ചു. പിന്നീട് ത്രിവിക്രമ രൂപം സ്വീകരിച്ച് 3 അടികളാൽ ലോകങ്ങളെ അളന്നു. 1-ാമത്തെ അടിയിൽ ഭൂമിയും 2-ാമത്തെ അടിയിൽ ആകാശവും അളന്നു. 3-ാമത്തെ അടി വയ്ക്കാൻ സ്ഥലമില്ലാതായി. മഹാബലി തന്റെ തല 3-ാമത്തെ അടിക്കായി സമർപ്പിച്ചു. അങ്ങനെ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാൻ ഭൂമിയിലേക്ക് വരുവാനുള്ള അനുവാദം നൽകി എന്നാണ് ഐതിഹ്യം. അതിനുശേഷം എല്ലാ വർഷവും മഹാബലി തന്റെ പ്രജകളെ കാണാൻ ചിങ്ങമാസത്തിലെത്തുന്നു. ഇതാണ് ഓണത്തിന്റെ ഐതിഹ്യം. ഞാൻ ഭരിച്ചിരുന്ന കാലത്ത് എല്ലാവരും ഒരുപോലെ സന്തോഷത്തോടെ ജീവിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഇന്ന് ഞാൻ കാണുന്നത് പൂക്കളങ്ങളും ഓണക്കോടികളും മാത്രമല്ല, എൻ്റെ പ്രജകളുടെ ഹൃദയത്തിൽ സ്നേഹവും ഒരുമയും നിലനിൽക്കുന്നു എന്നതാണ്. പരസ്പരം സ്നേഹിക്കുക, സഹായിക്കുക, സന്തോഷം പങ്കുവയ്ക്കുക. എല്ലാവരുടെയും ഹൃദയങ്ങളിൽ നന്മയും സമത്വവും നിറയട്ടെ. ഹൃദയം